നമ്മൾ എല്ലാവരും ദിവസം ഒരു 6 തൊട്ട് 8 മണിക്കൂർ വരെ ചിലവഴിക്കുന്നത് മാട്രസിൻ്റെ മേലെയാണ്. അതായത് ബെഡിൻ്റെ മേലെയാണ്, നമ്മൾ കിടക്കുന്ന ബെഡിൻ്റെ മേലെയാണ്. പക്ഷേ പലരും എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ബെഡ് തിരഞ്ഞെടുക്കുമ്പോൾ അതിൻ്റെ ഭംഗി, അതിൻ്റെ കവറിൻ്റെ കളറ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കിയിട്ടാണ് പലരും ബെഡ് തിരഞ്ഞെടുക്കുന്നത്. അപ്പോൾ പിന്നീട് എന്താ വെച്ചാൽ ഒരുപാട് പ്രശ്നങ്ങൾ വരുന്നുണ്ട് അവർക്ക്. പിന്നെ ഒരുപാട് കംപ്ലൈൻറ്റുകൾ അവർ പറയാൻ തുടങ്ങും. ബാക്ക് പെയിൻ ഉണ്ട്, പിന്നെ അതുപോലെ ഭയങ്കരമായിട്ട് ചൂട് അനുഭവപ്പെടുന്നുണ്ട്, ബോഡി പെയിൻ അനുഭവപ്പെടുന്നുണ്ട്, ബെഡ് താന്നു പോകുന്നുണ്ട്. ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ ആൾക്കാർ പിന്നെ പറയാൻ തുടങ്ങും. അപ്പോൾ അത് തിരഞ്ഞെടുക്കുമ്പോൾ കളറും കാര്യങ്ങളൊക്കെ നോക്കി തിരഞ്ഞെടുത്ത് പിന്നെ ഒരുപാട് പ്രശ്നങ്ങൾ പറഞ്ഞു വരുന്ന ഒരുപാട് പേരുണ്ട്. അപ്പോൾ നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത് നമ്മളൊരു ബെഡ് എങ്ങനെ തിരഞ്ഞെടുക്കാം എന്നുള്ളതിനെക്കുറിച്ച് ഒരു 5 ടെസ്റ്റുകളുണ്ട്. തിരഞ്ഞെടുക്കാൻ നോക്കാൻ പറ്റുന്ന ഒരു 5 ടെസ്റ്റുകളെ കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. എൻ്റെ പേര് ഉണ്ണികൃഷ്ണൻ എന്നാണ്. ഞാൻ മലപ്പുറത്താണ്. എക്കോ ഡെക്കോർ വേൾഡ് ഫർണിച്ചർ എന്ന് പറഞ്ഞ ഒരു ഫർണിച്ചർ സ്ഥാപനം നടത്തിക്കൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ 5 വർഷമായിട്ട്. അപ്പോൾ നമുക്കിതിൽ കംഫോർട്ട് ടെസ്റ്റ്, ഇതിൽ ആദ്യത്തെ ഒരു ടെസ്റ്റ് എന്ന് പറയുന്നത് കംഫോർട്ട് ടെസ്റ്റാണ്. കംഫോർട്ട് ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഒരു സുഖം, അത് നമ്മൾ കിടക്കുമ്പോൾ നമ്മളുടെ ഒരു അനുഭവം എങ്ങനെയാണ്, കംഫോർട്ട് എങ്ങനെയാണ്, നമുക്ക് സൗകര്യപ്രദമായിട്ടുള്ളൊരു കിടത്താണോ ആ ബെഡിൻ്റെ മേലെ ഉള്ളത് എന്നുള്ളതാണ്. ആദ്യത്താണ് കംഫോർട്ട് ടെസ്റ്റ്. അപ്പോൾ അതിന് നമ്മൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബോഡീനെ ഈക്വലായിട്ട് സപ്പോർട്ട് ചെയ്യുന്ന തരത്തിലുള്ളൊരു ഈക്വലായിട്ട് എല്ലാ ഭാഗത്തും ബോഡിയെ ഒരേമാതിരി സപ്പോർട്ട് ചെയ്യുന്ന ഒരു ബെഡായിരിക്കണം നമ്മൾ സെലക്ട് ചെയ്യുന്നുണ്ട്. അപ്പം നമ്മളെന്താ വെച്ചാൽ അതിന് നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ മാട്രസ് വാങ്ങുമ്പോൾ നമ്മൾ ഒരു 10 മിനിറ്റ് വരെ, അല്ലെങ്കിൽ ഏറ്റവും ചുരുങ്ങിയത് ഒരു 5 മിനിറ്റ് നേരമെങ്കിലും നമ്മൾ എന്ത് ചെയ്യുക, ബെഡിൻ്റെ മേലെ ഒന്ന് കിടന്ന് നോക്കുക. പലരും എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഒരു 2 മിനിറ്റ് 3 മിനിറ്റ് വരെ അതിൻ്റെ മേലെ ഇരുന്ന് നോക്കിയിട്ട് നമ്മൾ ബെഡ് സെലക്ട് ചെയ്യും. ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. ബെഡ് നമ്മൾ തിരഞ്ഞെടുക്കുമ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്, അതിൻ്റെ മേലെ കിടന്ന് നോക്കണം. ഒരു 5 തൊട്ട് 10 മിനിറ്റ് നേരം വരെ കിടന്ന് നോക്കിയിട്ട് നമുക്ക് നോക്കാം അതിൻ്റെ നമ്മുടെ ഷോൾഡർ വേദനിക്കുന്നുണ്ടോ, അതുപോലെ നമ്മുടെ ഹിപ്പുകൾ വേദന നമുക്ക് അനുഭവപ്പെടുന്നുണ്ടോ. ഇങ്ങനെ നമ്മൾ ഷോൾഡർ പെയിനും ഹിപ്പ് പെയിനും ഒക്കെ നമുക്ക് അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ ആ ബെഡ് നമുക്ക് സ്യൂട്ടബിൾ അല്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. രണ്ടാമത്തെ ഒരു ടെസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സപ്പോർട്ട് ടെസ്റ്റാണ്. സപ്പോർട്ട് ടെസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ നട്ടെല്ല് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ തലയുടെ പിൻഭാഗത്തും തുടങ്ങി നമ്മുടെ ടെയിൽ ബോൺ വരെ നീണ്ടു കിടക്കുന്ന ഒരു ബോണാണ് നമ്മുടെ നട്ടെല്ലാണ്. അപ്പോൾ ഈ വളരെ സോഫ്റ്റ് ആയിട്ടുള്ള മാട്രസ് ആണെങ്കിൽ നമ്മുടെ ടെയിൽ ബോൺ അങ്ങനെ വളയുന്നതിനനുസരിച്ച് മാട്രസും അങ്ങനെ വളഞ്ഞു കൊടുക്കും. അപ്പോൾ അങ്ങനെയുള്ളൊരു ബെഡായിരിക്കും നമ്മൾ സെലക്ട് ചെയ്യുന്നത്. നമ്മൾ നട്ടെല്ലിനെ വളരെ സ്ട്രെയിറ്റ് ആയിട്ട് നീണ്ട് നിവർന്ന് കിടക്കാൻ സഹായിക്കുന്ന തരത്തിലുള്ള ഒരു ബെഡാണ് നമ്മൾ സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതിലെന്താ വെച്ചാൽ വളരെ സോഫ്റ്റ് ആണെങ്കിൽ ഇങ്ങനെ താഴോട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. അതല്ല മാട്രസ് ഹാർഡാണെങ്കിലോ എന്ന് വെച്ചാൽ നമുക്കൊരു പ്രഷർ അനുഭവപ്പെടും, അടിയിൽ നിന്നൊരു പ്രഷർ അനുഭവപ്പെടും. നമ്മൾ വല്ല ഫ്ലോറിലൊക്കെ കിടക്കുന്ന മാതിരി നമുക്കൊരു പ്രഷർ അനുഭവപ്പെടും മാട്രസ് വളരെയധികം ഹാർഡാണെങ്കിൽ. അപ്പോൾ നമ്മൾ ഇതിൻ്റെ രണ്ടിൻ്റെയും മിഡിലായിട്ടുള്ള ഒരു ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു പ്രഷർ കിട്ടുന്ന ഒരു അനുഭവം കിട്ടുന്ന ഒരു ബെഡായിരിക്കണം, മാട്രസ് ആയിരിക്കണം നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. അതായത് നമ്മളെ നട്ടലിനെ സ്ട്രെയിറ്റ് ആയിട്ട് നിർത്താൻ പറ്റുന്ന ഒരു മാട്രസാണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. മൂന്നാമത്തെ ഒരു ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ എഡ്ജ് ടെസ്റ്റാണ്. ബെഡുകളുടെ വക്കുകൾ, അരികുകൾ. അപ്പോൾ ഈ അരികുകൾ ഒരിക്കലും കൊളാപ്സ് ആയി പോകരുത്. നമ്മളിപ്പോൾ ഒരു സൈഡിൽ ചെന്നിരിക്കുമ്പോൾ അതിൻ്റെ സെൻറ്ററും അരികുകളും ഒരേ ലെവലിൽ പ്ലെയിൻ ആയിട്ടായിരിക്കണം നിൽക്കേണ്ടത്. അപ്പോൾ അതല്ലെങ്കിൽ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചില ബെഡുകളൊക്കെ കുട്ടികളൊക്കെ, പ്രത്യേകിച്ച് കുട്ടികൾ വയസ്സായ ആൾക്കാരൊക്കെയാണ് കിടക്കുമ്പോൾ അഥവാ അവർ ഉരുണ്ട് സൈഡിലേക്ക് വരികയാണ് ചെയ്യുക, ബെഡും അതിനനുസരിച്ച് അങ്ങ് ചെരിഞ്ഞ് സ്ലോപ്പായി കൊടുക്കും, കൊളാപ്സ് ആയിട്ട് അവരെന്ത് ചെയ്യും, താഴെ വീണു. അപ്പോൾ ആ ഒരു രീതിയിൽ ഉള്ള ബെഡായിരിക്കരുത്. എഡ്ജുകൾ സ്ട്രെയിറ്റ് ആയിട്ട് നിൽക്കുന്ന, ഉറപ്പോടുകൂടി എഡ്ജുകൾ ഒരേ സമതലത്തിൽ നിൽക്കുന്ന എഡ്ജുകളായിട്ടുള്ള ബെഡുകളാണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. അപ്പോൾ പിന്നെ അതിൽ നാലാമത്തെ ഒരു ടെസ്റ്റ് എന്ന് പറയുന്നത് ഹീറ്റ് ടെസ്റ്റാണ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടെസ്റ്റാണ്. ഹീറ്റ് ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് നമ്മളെ കേരളത്തിലെ ക്ലൈമറ്റിൽ എന്നൊക്കെ പറഞ്ഞാൽ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നമുക്കെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കിടക്കുമ്പോൾ നമുക്ക് വളരെയധികം ചൂട് അനുഭവപ്പെടും ചില ബെഡിലൊക്കെ നമ്മൾ കിടക്കുമ്പോൾ. അപ്പോൾ അത് എന്തുകൊണ്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഫാബ്രിക്, ഇതിൻ്റെ മേലെ വന്നിരിക്കുന്ന കവറും അതുപോലെ ഇതിൽ വന്നിരിക്കുന്ന ഫോമുകളൊന്നും ബ്രീത്തബിൾ അല്ലാത്തതുകൊണ്ടാണ്. ബ്രീത്തബിൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഹീറ്റിനെ ആഗിരണം ചെയ്യും, നമ്മുടെ ബോഡി ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടല്ലോ, അതിനെ ആഗിരണം ചെയ്യും, സൈഡിലൂടെ റിലീസ് ചെയ്യും. ഇതാണ് ബ്രീത്തബിൾ എന്ന് പറയുന്നത്. അപ്പോൾ സൈഡുകൾ റിലീസ് ആവുന്നതായിരിക്കണം, സൈഡിലൂടെ ഹീറ്റ് റിലീസ് ആവണം, ആഗിരണം ചെയ്യുന്ന അതിന്
അതിൻ്റെ ഉള്ളിൽ കൂടെ ഒരു എയർ സർക്കുലേഷൻ നടക്കുന്ന ബ്രീത്തബിൾ ടൈപ്പായിട്ടുള്ള ഫോമും ആയിരിക്കണം, ഫാബ്രിക്കും ആയിരിക്കണം. ഇല്ലെങ്കിൽ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ബോഡി നമ്മൾ ഇത് ആഗിരണം ചെയ്തിട്ട് രാത്രി ഇതിങ്ങനെ പുറത്തേക്ക് ഈ ചൂട് നമ്മുടെ ശരീരത്തിൽ നിന്ന് പോകുന്ന ചൂട് ഇങ്ങനെ പുറത്തേക്ക് വന്നുണ്ട്. അപ്പോൾ നമുക്ക് ഭയങ്കര ചൂട് അനുഭവപ്പെടും. എസ്പെഷ്യലി നമുക്ക് ചൂട് കാലഘട്ടങ്ങളിലൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബ്രീത്തബിൾ അല്ലാത്ത ബെഡ് നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഭയങ്കര നമ്മൾ പുറമേ ചൂട്, പിന്നെ ബെഡിൻ്റെ മേലെ നമ്മൾ കിടന്നു കഴിയുമ്പോൾ അതിലധികം ചൂട് അനുഭവപ്പെടും. അത് നമ്മൾ ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് വേണം നമ്മൾ എടുക്കാം. അതായത് ഹീറ്റിൻ്റെ ടെസ്റ്റ് നമ്മൾ ചെയ്യണം. പിന്നെ അഞ്ചാമത്തെ ലാസ്റ്റ് ടെസ്റ്റ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മൂവ്മെൻറ്റ് ടെസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ കിടക്കുന്ന സമയത്ത്, ഇപ്പോൾ 2 പേര് കിടക്കുന്ന സമയത്ത് ഒരാൾ ഒരു അരിക്കിലാണ് കിടക്കുന്നത്, മറ്റേ അരിക്കിലാണ് കിടക്കുന്നത്. അങ്ങനെയാണെന്ന് വെച്ചെങ്കിൽ ഒരാൾ എന്തെങ്കിലും ഒരു മൂവ്മെൻറ്റ് നടത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മറ്റേ ആൾക്കത് അറിയരുത്. ഒരാൾ എണീക്കിപ്പോൾ രാവിലെ ഒരാൾ നേരത്തെ എസ്പെഷ്യലി കപ്പിൾസൊക്കെ ആണെന്ന് വെച്ചെങ്കിൽ ഒരാൾ രാവിലെ എണീക്കുമ്പോൾ മറ്റേ ആൾ അറിയാൻ പാടില്ല. അപ്പോൾ അതാണ് മൂവ്മെൻറ്റ് ടെസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ചില ബെഡുകളിൽ എന്താ വെച്ചാൽ ഒരാൾ ചെറിയൊരു മൂവ്മെൻറ്റ് നടത്തി കഴിഞ്ഞാൽ തന്നെ മറ്റേ ആൾ പെട്ടെന്ന് ഡിസ്റ്റർബ്ഡ് ആവും. അതാണ് മൂവ്മെൻറ്റ് ടെസ്റ്റ്. അത് മൂവ്മെൻറ്റ് ടെസ്റ്റിൽ ഫെയിലിയർ ആവുന്ന ബെഡുകളാണ്. എസ്പെഷ്യലി സ്പ്രിങ് ബെഡുകളിൽ പോക്കറ്റഡ് ടൈപ്പ് ബെഡുകളുണ്ട്. പോക്കറ്റഡ് ടൈപ്പ് സ്പ്രിങ് ബെഡുകളിൽ ഒരിക്കലും നമ്മൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരാൾക്ക് എണീറ്റ് കഴിയുമ്പോൾ മറ്റേ ആൾക്ക് അത് അനുഭവപ്പെടില്ല. അതറിയില്ല. ഒരാൾ എണീക്കുകയാണെങ്കിലും ഒരാൾ തിരിഞ്ഞു മറിഞ്ഞ് കിടക്കുകയാണെങ്കിലും മറ്റേ ആൾക്ക് അത് അയാളുടെ സ്ലീപ്പിനെ അത് ഡിസ്റ്റർബൻസ് ആവില്ല. അതാണ് മൂവ്മെൻറ്റ് ടെസ്റ്റ് എന്ന് പറയുന്നത്. ഇങ്ങനെ 5 ടെസ്റ്റുകളാണ് നമ്മൾ ഈ ഒരു മാട്രസ്, നമ്മളൊരു ബെഡ് നമ്മൾ വാങ്ങിക്കുമ്പോൾ നോക്കേണ്ട 5 ടെസ്റ്റുകളാണ്. അപ്പോൾ ഇതിൽ നമുക്ക് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ മാട്രസ് എന്ന് പറയുന്നത് വെറും ഒരു ഫർണിച്ചർ മാത്രമല്ലത്. ഇത് ശരിക്കും നമ്മുടെ കറക്റ്റായിട്ട് നമ്മുടെ ഹെൽത്തുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു ഫർണിച്ചറാണ് നമ്മളുടെ മാട്രസ് എന്ന് പറയുന്നത്. നമ്മുടെ ഹെൽത്തായിട്ട് വളരെയധികം ഏറ്റവും കൂടുതൽ നമ്മളെ ഹെൽത്തുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഫർണിച്ചർ ഏതുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് മാട്രസ് തന്നെയാണ്. കാരണം നമ്മൾ ഏറ്റവും കൂടുതൽ സമയം 6 തൊട്ട് 8 മണിക്കൂർ വരെ നമ്മൾ ചിലവഴിക്കുന്ന ഒരു ഫർണിച്ചറാണ് നമ്മളുടെ ഈ ബെഡ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ബെഡ് തിരഞ്ഞെടുക്കുമ്പോൾ വളരെയധികം കെയർഫുള്ളായിട്ട് ഈ 5 ടെസ്റ്റുകൾ നോക്കിയിട്ട് സെലക്ട് ചെയ്യണം. ഓക്കെ ഫ്രണ്ട്സ്, താങ്ക് യു വെരി മച്ച്.